ഹായ്, ഞാനിപ്പോൾ ജിദ്ദയിലാണുള്ളത്. കുറച്ച് ധൃതിയിൽ ഡ്രസ്സ് മാറ്റുകയാണ്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാത്തത്. ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ ദിവസമാണ്. ഒരു മിനിറ്റ് അയ്യോ. ഓക്കെ, ഹായ്. ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ ദിവസമാണ്. സ്പെഷ്യൽ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിദ്ദയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഉംറയൊക്കെ കഴിഞ്ഞു, മക്കയിൽ പോയി, ഉംറ കഴിഞ്ഞു, അത് മദീനയിൽ പോയി, അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ എത്തി നമ്മൾ ജിദ്ദയിൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്. എൻ്റെ ഒരു ബെസ്റ്റസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവാണ് ജിദ്ദയിൽ. ആക്ച്വലി ഇങ്ങനെ സൗദിയിലേക്ക് വരികയാണ്, ഉംറ ചെയ്യാൻ വരികയാണെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചു തരുന്നു എത്ര ദിവസം ലീവ് എടുക്കണമെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എന്തായാലും എനിക്ക് ഇവിടെ കാണാൻ പോകണം, മീറ്റ് ചെയ്യണമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി എല്ലാവരും എന്താ ചോദിച്ചാൽ മക്കയിൽ പോയി ഉംറ കഴിഞ്ഞിട്ട് മദീനയിൽ പോയി, മദീനയിൽ നിന്ന് ഡയറക്റ്റ് നാട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ പോവുക ചെയ്യാറ്. നമ്മൾ ആക്ച്വലി മദീനയിൽ നിന്ന് റിട്ടേൺ വീണ്ടും ജിദ്ദയിലേക്ക് വന്ന് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് നാളെയാണ് ഇനി റിട്ടേൺ പോണത്. അപ്പോൾ എനിക്കും തന്നെ എൻ്റെ ഈ ഫ്രണ്ടിനെ കാണണം, പിന്നെ ഹസ്ബൻഡിനും തന്നെ ഹസ്ബൻഡിൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ കാണണം. അപ്പോൾ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ പേരാണ് സുമാന. പേര് പറയുമ്പോൾ തന്നെ അവളുടെ പേര് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും ചോദിക്കും ചോദിക്കും, കാരണം അത്ര ഫെമിലിയർ ആയ പേരല്ല അത്. സുമാന അതാണ് അവളുടെ പേര്. ഞാൻ എന്നാണ് വിളിക്കാറ്. അപ്പം അവളെക്കുറിച്ച് ആക്ച്വലി ഞാൻ പോകാൻ റെഡി ആയിരിക്കുകയാണ്. മീൻസ് ആളുടെ ഹസ്ബൻഡ് ഇവിടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ആളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ കൂടെ പോകും. ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും അവളെ മീറ്റ് ചെയ്യണത് എന്തായാലും ഞാൻ അവളെ കാണിക്കും. അപ്പോൾ എന്തെങ്കിലും അവളെക്കുറിച്ച് കുറച്ച് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് മൈക്ക് കണക്ട് ചെയ്തു, വേറെ ഒന്നുമല്ല. കുഞ്ഞുണ്ട് ഇവിടെ റൂമിൽ. ഞാൻ ജസ്റ്റ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിൽ അവൻ്റെ കാർട്ടൂണൊക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മൈക്ക് എടുക്കാമെന്ന്. ഞാനിപ്പോൾ എന്താ പറയാൻ വിചാരിച്ചത്, അവളെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th വരെ നിലമ്പൂർ ഗവൺമെൻറ് USP സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ആളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് MESലേക്ക് ഞാൻ വന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സുമാന. 8 മുതൽ 8, 9, 10, +1, +2 കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് എൻട്രൻസിന് തൃശ്ശൂർ പോയത്. PC തോമസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 8ാം ക്ലാസ് മുതൽ ഈ നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ആള്. എന്നുവെച്ചാൽ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും മീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല, പറ്റാറുമില്ല. ഞാൻ മസ്കറ്റിലും ആളിവിടെ സൗദിയിലായിരിക്കും. ആളുടെ കുട്ടികളുടെ സ്കൂളിൽ പൂട്ടിനനുസരിച്ചല്ല ആൾ നാട്ടിൽ പോവുക. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യണത് വളരെ കുറവാണ്. ഇപ്പോൾ ലാസ്റ്റ് 2 വർഷം മുമ്പാണ് ആളെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്ത്. അതും തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ലാൻഡ് ചെയ്യണത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ലാൻഡ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അവൾ റിട്ടേൺ ആയിരുന്നു. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്ന് ഡയറക്റ്റ് അവളെ കണ്ടു, അവളെ എന്നെ കണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1 hour മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോണ ഇന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അവളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ അത്യാവശ്യം ഒരുപാട്, ഞാൻ പറഞ്ഞു എവിടെയും പോകണ്ട. അവൾ പ്രത്യേകം പറഞ്ഞു ഹസ്ബൻഡ് ഇവിടെ ഇല്ലടോ, നമ്മളെവിടെയും കറങ്ങാൻ പോകും. ഞാൻ പറഞ്ഞു എവിടെയും കറങ്ങാൻ പോകണ്ട, നമുക്കവിടെ ഇരിക്കാം, കുറച്ച് നേരം സമാധാനത്തിൽ കുറച്ച് നേരം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം, അത് മതി എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. സോ ഞാൻ വളരെയധികം എക്സൈറ്റഡാണ്. ഞാൻ ആക്ച്വലി ഈ പർദ്ദയിൽ എന്താ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു കുറച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈമാനുള്ള അതവുള്ള കോലത്തിൽ എന്നെ കാണണമെന്ന്. അധികം തട്ടൊക്കെ ഇടെങ്കിലും എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ഈസിഗോ ഡ്രസ്സ് ഇടുന്ന ആളാണ്. എന്തെങ്കിലും പാൻറ്റോ എന്തെങ്കിലും കുപ്പായോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ച് ചെയ്തിടുന്ന ഒരാളാണ്. അങ്ങനെ പക്കാ ഔട്ട്ഫിറ്റ്സ് അങ്ങനെ നോക്കുന്ന ആളല്ല. അപ്പം ഞാൻ വിചാരിച്ചു അവളൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാം, കുറച്ചൊരു പർദ്ദയൊക്കെ ഇട്ട് അത്യാവശ്യം അവളൊന്ന് ഞെട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇതിട്ടത്. ഉംറയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു, പക്ഷെ അല്ലെങ്കിൽ ശരിക്കും ഇപ്പം ഇന്ന് ഇത് ഇടേണ്ട ആവശ്യം എനിക്കില്ല. ഇതിന് താഴെ ആക്ച്വലി ഞാൻ ജീൻസ് ഇട്ടിട്ടുണ്ട്, ജീൻസും ടോപ്പും ഇട്ടിട്ടുണ്ട്. അവളെ കണ്ടിട്ട് അവളൊന്ന് കാണിച്ച് കൊടുത്തിട്ട് ഊരിയിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ഇട്ടത്. വേണമെങ്കിൽ ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ജിദ്ദയിലെ ഹോട്ടലാണ്. ഫുൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അങ്ങനെ
അപ്പോൾ അങ്ങനെ ആളെ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം കണ്ട് എക്സൈറ്റ്മെൻറ്റിൽ ഇത് എടുക്കണം എന്നോ. ഇപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ ഒരു യൂട്യൂബർ കൈൻഡ് ഓഫ് തിങ് ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ ഞാൻ മറക്കാറുണ്ട്. പിന്നെ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഇത്തിരി സമയം ഗ്യാപ്പ് കിട്ടിയോണ്ടാണ് ഞാൻ എടുത്തത്. അപ്പം നോക്കാം, വീഡിയോ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവൾ മീറ്റ് ചെയ്ത ശേഷം ഒന്ന് കംഫർട്ടബിളായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുത്തിയിട്ട് കുറച്ച് ക്ലിപ്സ് എടുക്കാം. ഓക്കെ, അല്ലാണ്ട് കാണുമ്പോഴത്തെ വീഡിയോ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം, ഞാൻ മറന്നാലും നീ എടുക്കണം എന്നുള്ളത്. അങ്ങനെ അപ്പം എനിക്ക് അവളെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വളരെ ക്ലോസ്, എനിക്കിപ്പം ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പോൾ 8ാം ക്ലാസ്സിൽ അവളെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ 9, 10, +1, +2 വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 5-6 വർഷക്കാലം ഞാൻ വേറൊരു കോളേജിൽ പഠിച്ച ആളാണ്. ആ 6 വർഷക്കാലം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവളെ വെച്ച് എനിക്ക് ഈക്വലാക്കാൻ പറ്റില്ല. അവൾ അങ്ങനെ ഒരാളാണ് എനിക്ക് എന്നും, ഇപ്പോഴും, അന്നും ഇന്നും എന്നും അത് അങ്ങനെ ഒരാളായിരിക്കും. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്ന് വെച്ചാൽ അവൾ മൊബൈൽ ചാറ്റ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മെസ്സേജ് അയക്കണം, അന്ന് വോയിസ് റെക്കോർഡ് എടുക്കണം, അന്ന് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും അവൾക്കും അങ്ങനെ തന്നെ, നമ്മൾ ഭയങ്കരമായിട്ടൊരു സോൾ കണക്ഷനുള്ള ഒരാളാണ്. ഹസ്ബൻഡ് വന്നു, അപ്പോൾ ഡോറ് തുറന്നു കൊടുക്കട്ടെ. ദാറ്റ് ഇസ് പപ്പ. അങ്ങനെ ആക്ച്വലി നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പറയുന്ന പോലെ കീ മേടിച്ചോണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി ഈ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. നല്ല അത്യാവശ്യം പീസ്ഫുൾ ആൻഡ് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാം ഏരിയ ആയിരുന്നു. നല്ലായിരുന്നു. സ്റ്റേയും തന്നെ, റൂമും തന്നെ അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ആക്ച്വലി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ടാക്സി ഊബറിൽ എങ്ങനെ പറ്റില്ല. ഷുഡ് നീഡ് ടു സ്റ്റാൻഡ് ഹിയർ. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഇതിൻ്റെ പേര് എന്തെന്നാ, ദിയാഫത്ത് ദല്ലത്ത് ഹോട്ടൽ. അപ്പോൾ ടാക്സി എടുക്കുകയാണ്. ടാക്സി എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഇത് ആക്ച്വലി ജിദ്ദൻ്റെ ഒരു കോർണറാണ് തോന്നുന്നു, ഷർഫിയ സൈഡ്. ഓക്കെയാണ്. ഞാൻ ഉച്ചയ്ക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാൻ പോയി. എനിക്കറിയില്ല, ഞാൻ മസ്കറ്റ് കണ്ട് അവിടെ ശീലമായതുകൊണ്ട് എന്താ അറിയില്ല, എനിക്കിവിടെ ഒന്നും അത്രക്ക് പറ്റുന്നില്ല, ഒന്നങ്ങോട്ട് സെറ്റാവണില്ല. പിന്നെ നമ്മളിവിടെ സെറ്റാവാനല്ലല്ലോ വന്നത്, ജസ്റ്റ് 2 ദിവസത്തിനല്ലേ. Why are you excited? Because Mama is going to meet Mama's friend. Yeah, and also I have friend. തിരകളും തീരവും ഹൃദയവും വാചാലമായി. And I'm pretty sure that you are that love of mine. 'Cause me wanna know for you tonight. Wishing on everyone that you'll be not so friendly, not to chase on. കിട്ടിയതാ ഇത് മേക്കപ്പ് ഇട്ട് ഞാൻ കറുത്ത്, ഞാൻ ഉംറ ചെയ്തത് ഞാൻ കേടെടുത്തിട്ട് വിടാം. ഒരു 8 ദിവസം കൊണ്ട് എന്നെ കുറിച്ച് അതും കണ്ടോട്ടെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫാറു എടുത്തു. അതാണ് ഞാൻ നേരത്തെ കോട്ട് ചെയ്തതിൽ. നമ്മൾ ഇരുന്ന് ഒരുപാട് നേരം വർത്താനം പറഞ്ഞു. വർത്താനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാനും സുമാനയും +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു കോളേജാണ് മമ്പാട് MES കോളേജ്. ആ കോളേജിലാണ് സുമാന പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ KMCTയിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു 1 വീക്കിന് ആ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കാൻ. അപ്പം ഞാനും ആക്ച്വലി അവളുടെ കൂടെ കോളേജിലുണ്ടായിരുന്നു ഒരു 1 വീക്ക്. അപ്പം ആ സമയത്ത് ഫാറൂഖ് ആ സെയിം കോളേജിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് അടിക്കായിരുന്നു.
മീൻസ് അന്നത്തെ ആ സാറിനെ അറിയോ, ഈ കുട്ടീനെ അറിയോ, ആ കുട്ടീനെ അറിയോ എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ഒരു 6-7 വർഷം മുമ്പത്തത് കാര്യങ്ങളൊക്കെ തുഴഞ്ഞെടുക്കുകയായിരുന്നു മൊത്തം. ഫാറു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അവനും അന്ന് കണ്ടിരുന്നു എന്ന് ആരും വിചാരിക്കേണ്ട. ഞാൻ പിന്നീടാണ് അവൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. അങ്ങനെ സുബാന് ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ഞാനും ഫിസിക്സ് ആയിരുന്നു അവിടെ. അപ്പം അന്ന് ഒരു 1 വീക്കേ അവിടെ പഠിച്ചിട്ടുള്ളെങ്കിലും എനിക്ക് കുറേ പേരെ അറിയാം. അപ്പം അന്ന് നമ്മൾ ബാച്ചിലുണ്ടായിരുന്ന അവരെല്ലാവരെയും ഇപ്പോഴത്തെ ഫോട്ടോയും അവരുടെ ഫാമിലിയും ഒക്കെ അവൾ കാണിച്ചു തരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ആ സമയത്തിലേക്കുള്ളൊരു പോക്കായിരുന്നു ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം യൂട്യൂബൊക്കെ വന്നവരെ ഇഷ്ടമാണല്ലോ മൊത്തത്തിൽ. ഉണ്ടോ? യൂട്യൂബിൽ കാക്കല്ല യൂട്യൂബിൽ വരുമാനം എടുക്കണത് എനിക്ക് പൊരുത്തല്ല അക്കൗണ്ട് എന്റെ പേരിട്ട് കണ്ട് വരുമാനം എടുക്കണത്. വരുമാനം ലക്ഷ്യമാക്കിയിട്ട് ഇടരുത്. എന്റെ പ്രസംഗം ഇടരുത് പറയുന്നത്. അല്ലപ്പോ വേറെ ആളുകൾക്ക് വരുമാനം ലക്ഷ്യത്തിന് അതാണ് കിട്ടും. വേറെ ആൾക്കാർ ഇടലുണ്ട്, കാക്കോട്ട് ചാനൽമാര് മറ്റേ അതേ പിക്ചറും കാര്യമൊക്കെ ഇട്ടുകൊണ്ട് കാക്കോട്ട് പ്രസംഗം ഇടലുണ്ട്. പക്ഷെ അങ്ങനെ ഇടരുതെന്ന് കാക്കോന്റെ പിന്നെ ഡീപ്പ് ഒന്നും ഇടാതെ വേറെ ആളുടെ പേജ് തന്നെ. ചാൻസ് കൊടുക്കില്ല. അബദ്ധവസ്ഥാനൊക്കെ വരുമല്ലോ. ചാൻസ് കൊടുക്കില്ല മാക്സിമം. ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായി ഇങ്ങനെ പോയ പണി കിട്ടുമെന്ന് മയത്തിൽ വെക്കണം. പഠിച്ചു ഞാൻ വല്ല എന്തുണ്ടെങ്കിലും അത്ര മിസ്റ്റേക്ക് അവരുടെ കാരണം സമ്മതിക്കില്ലല്ലോ. ഞാൻ എനിക്ക് അല്ലെങ്കിലേ വേറെ കുറെ ഓഫീസിൽ ജോലിപരമായി ബന്ധപ്പെട്ട പ്രശ്നം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ അതും കൂടെ അറിയാൻ കഴിയില്ല. വീട്ടിലെ പ്രശ്നം കൂടെ അപ്പം എന്ത് ശരിയാണ് ഞാനങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ. ശരിക്കും ഓൾ ചെയ്യേണ്ട കാര്യമായിരിക്കും. വെറുതെ കൈന്നിടായിരുന്നു സുമാന, വെറുതെ കൈയാണ്. പിന്നെ അങ്ങനെയാണോ? അറിയാലോ, അറിയാത്ത ഒരാളോട് പറയുമ്പോ പിന്നെ പറയണം. എന്താ പറയണത്? ഞാൻ അത്ര കച്ചറായിരുന്നോ? ഹായ്, എനിക്ക് മീൻസ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. മീൻസ് ഫാറൂഖ് എന്തൊക്കെയോ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു. കാണുമ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യം എനിക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാം. ഫോൺ വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാം മീൻസ് അങ്ങനെ എനിക്ക് പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ആ ഒരു മൊമെൻറ്റ് നല്ലോണം മീൻസ് അതങ്ങോട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഫാറൂഖ് എടുത്തിട്ടുണ്ട് വീഡിയോ. പക്ഷെ അതെനിക്കൊന്നും യൂട്യൂബിൽ ഇടാൻ പറ്റുമോ? ആളിങ്ങനെ മറ്റേ റീല് പോലെ എടുത്തിരിക്കാം, റീലിന് എടുക്കണ പോലെ പോർട്രേറ്റ് അങ്ങനെ. അപ്പം അവളെ കണ്ടു, ഒരുപാട് നേരം സംസാരിച്ചു. ആക്ച്വലി ഞാൻ റൂമിൽ മീൻസ് ഹോട്ടലിൽ ആക്ച്വലി റൂമൊക്കെ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു. പക്ഷെ ഇന്നിവിടെ സ്ലീപ്പ് ഓവറാണ്. ബിക്കോസ് എനിക്ക് തോന്നി ഇന്ന് ഞാൻ ഇവിടെ സ്ലീപ്പ് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിതിനില്ല ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കാണ്ടിലൊക്കെ 2 വർഷത്തിന് ശേഷം ഞങ്ങളിപ്പോൾ കാണുന്നത്. 2 വർഷത്തിന് മുമ്പ് 1 മണിക്കൂറാണ് ഞങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിച്ചത്. ആ 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ കണ്ടത് 10 വർഷത്തിന് ശേഷമാണ്. സോ എനിക്ക് ഈ ഒരു മൂമെൻറ്റ് കളയണ്ട. പിന്നെ ഫാറൂഖ് തന്നെ പറഞ്ഞു, ഫാറൂഖ് ഹോട്ടലിൽ നിൽക്കണില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം ആകെ ഒരു സങ്കടം, ഹോട്ടലിൽ ചുമ്മാ പൈസ കൊടുത്തു എന്നുള്ളതാണ്. അവിടെ ആരും ഞങ്ങളെ ലഗേജ് മാത്രം എനിക്ക് അവിടെ ഉറങ്ങുന്നത്. അങ്ങനെ അപ്പം സംസാരിച്ചുകൊണ്ടേ കുറേ സംസാരിച്ചു. ഞാൻ ക്ഷീണിച്ചു ആക്ച്വലി. പിന്നെ അവൾ എന്നെ പർദ്ദയിൽ കണ്ട് അവൾ ഞെട്ടി. എന്നെ ഇങ്ങനെ ഭയങ്കര ഈമാനുള്ള വേഷത്തിൽ അവർ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വളരെ വലിയൊരു കാര്യം കാണിച്ചു തരാം. എല്ലാം സ്കൂൾ പഠിക്കണ കാലത്ത് ഞാനും അവളും എഴുതി കൂട്ടിയ ലെറ്റേഴ്സാണ് അവളിപ്പോഴും എടുത്തു വെച്ചിരിക്കണു ഗൈസ്. ഞാൻ വരുമ്പോഴാണ് അവിടെ അത് കാണിച്ചു തരുന്നത്. ഈ ഒരു ബോക്സിൽ അവൾ കഴിഞ്ഞ 10-13 കൊല്ലമായിട്ട് ഞാനും അവളും എഴുതിയ ലെറ്റേഴ്സാണ് അവളത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ വേറൊരു ഫീലിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനത് മൊത്തം വായിക്കാൻ തരുന്നില്ല. ഇത് കണ്ടോ, 2012 എഴുതിയതാണ്. അയ്യോ എനിക്കറിയില്ല, എന്തൊക്കെ ഇത് വായിച്ച് ഞാൻ തളർന്നു. കണ്ട, ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ എൻട്രൻസിന് പോയ സമയത്ത് 2011 ഒരു ഇതാണ്. പിന്നെ വേറെ ലെറ്ററാണിത്. എനിക്കറിയില്ല, എനിക്കറിയില്ല ലവേഴ്സ് പോലും ഇങ്ങനെ ലെറ്റേഴ്സ് എടുത്ത് വെക്കും. 2011 2011 ലെറ്ററാണത്. അയ്യോ, ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല. ബിക്കോസ് ഇത് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കണം, എനിക്കറിയില്ല. ഇതൊക്കെ ലെറ്ററാ. അവളിത് എടുത്ത് വെച്ചു എന്നുള്ളതാണ്. അവൾ ഇത്രയും കാലം എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. അവൾ എന്നും എന്നോട് പറയും. മീൻസ് എന്താ പറയുക,
ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാനത് ഇത്ര കാര്യമാക്കി വെച്ചിട്ടില്ല. അവൾ ഇത്ര നാളായിട്ട് ഇത് എടുത്ത് വെച്ചിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ആക്ച്വലി ഇത് കുറേയൊന്നും എനിക്ക് എഴുതി എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ അവൾക്ക് കൊടുത്ത ലെറ്റർ, ഇത് അവൾ എനിക്ക് തന്ന ലെറ്റർ. അതും ഞാൻ സൂക്ഷിക്കാൻ അവളുടെ അടുത്താണ് കൊടുത്തിരിക്കണേ. അതിൻ്റെ ലോജിക്കും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എന്തായാലും നന്നായി അങ്ങനെ കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടത്. അങ്ങനെ ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനും പറ്റില്ല, കാരണം അത്രയും വളരെ പേഴ്സണലായിട്ട് ഒക്കെ എഴുതിയ ലെറ്റേഴ്സാണ്. അതാ. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു തരണമെന്നുണ്ട്. പക്ഷെ എന്ത് വായിക്കണമെന്നും അറിയില്ല, കാരണം എല്ലാം ക്രിഞ്ചാണ്. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം കേട്ടോ ഇത്. എ നോട്ട് ഫോർ യു, നിൻ്റെ നല്ല ഭാവിക്ക് എൻ്റെ ഉപദേശം. ഇത് ഞാൻ സുമാനക്ക് കൊടുത്താണ്. ഏത് ചെറിയ സ്ഥലത്താണെങ്കിലും എത്ര കുറച്ച് ശമ്പളമാണെങ്കിലും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നിൻ്റെ കാക്കുവിനെ ആശ്രയിക്കാതെ ജീവിക്കുക. കമോൺ. അടുത്തത് 2, ഒരിക്കലും ഒരു കല്യാണം കഴിക്കലല്ല ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ്. ഒരു ജോലി നേടുക. അതെത്ര ചെറിയതാണെങ്കിലും സമൂഹത്തിൽ അത് നിന്നെ ഉയർത്തി കാണിക്കും. 3, ആഗ്രഹിച്ച വസ്തുവിനെയോ ആളെയോ കിട്ടിയില്ലെങ്കിൽ അതാലോചിച്ച് കണ്ണീർ പൊഴിക്കുകയോ ശപിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിനേക്കാൾ വലിയതെന്തോ എനിക്ക് അള്ളാഹു തരാൻ കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. അയ്യോ, എനിക്കിത് വായിക്കുകയാണെങ്കിൽ ഇത് മൊത്തം വായിക്കേണ്ടി വരും. പക്ഷെ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ ഒന്നും പറയാനല്ല. ചുട്ടൂര് 2 ദിവസമായിട്ടേ അൽബേക്ക് വായിക്കുള്ളൂ. അപ്പോൾ തന്നെ അൽബേക്ക് പിടിച്ച് അത്യാവശ്യം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി കഴിക്കണ്ട, പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും സമയം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. അപ്പം നമുക്ക് പ്രൊഡക്റ്റീവ് ആവുമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് ഓർഡർ ചെയ്തു, അൽബേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരങ്ങനെ അവരുടേതായ ലോകത്തായിരുന്നു. ചുറ്റും തന്നെ ഭയങ്കര കമ്പനിയായി അവരോട് പെട്ടെന്ന്. മുമ്പ് കണ്ടിട്ടുണ്ടാവാൻ, പക്ഷേ അത്രയ്ക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം. ഞാൻ ആക്ച്വലി അവളെ ക്യാമറയിൽ വല്ലാണ്ട് കൊണ്ടുവരാത്തത്, അവൾ അത്ര ഒരു സോഷ്യൽ പേഴ്സൺ അല്ല. ക്യാമറയിൽ വരിക, ഫോട്ടോ ഇടുക, ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക, അങ്ങനത്തെ ഒരാളേ അല്ല. ആൾ ഭയങ്കര പ്രൈവറ്റായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് തന്നെ 3 മണി 4 മണി വരെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ അവിടെ കുറച്ച് നേരത്തിന് ഇവരെ മക്കളെ സൗണ്ടൊന്നും കേൾക്കാതെ നോക്കുമ്പോൾ 3 കൂടെ ഏതോ ഒരു കാർട്ടൂണും കൊണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു. അങ്ങനെ ഒരു 4 മണി 4:30 ആയി ഉറങ്ങിയപ്പോൾ. എന്താ പറയുക, ഭയങ്കര ഉറങ്ങിയപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഞാൻ ഓവർ ദ മൂഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കര ബ്ലസ്ഡായി തോന്നി എനിക്ക്. കാരണം നമ്മൾ ഒരിക്കലും ഇതുപോലെ സ്റ്റേക്കേഷൻ ചെയ്യാൻ പറ്റുന്നോ, ഒരുമിച്ച് ഇത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഇറ്റ് ഹാപ്പൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹാപ്പൻ ആയതാണ്. എന്തായാലും അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. ഇനി പെട്ടെന്ന് പാക്ക് ചെയ്യാൻ ഇറങ്ങുക, അത്രേ നമുക്ക് സമയമുള്ളൂ. ഈവനിങ് ആണ് ഫ്ലൈറ്റ്. ഞാൻ പാക്കിങ് ആണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചല്ലല്ലോ നമ്മൾ പോയത്. ജസ്റ്റ് പോവുക, മീറ്റ് ചെയ്യുക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, വരിക, അങ്ങനെ കരുതിയുള്ളൂ. അപ്പോൾ ഇനി പെട്ടെന്ന് പാക്ക് ചെയ്യണം, ഇറങ്ങണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.